അമിത വണ്ണം കുറയ്ക്കണം. അതിന് പട്ടിണി കിടന്നതുകൊണ്ട് കാര്യമില്ല. കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ വ്യായാമം ചെയ്യാനുള്ള പ്രചോദനം മനസ്സിന് ഉണ്ടാവണം. അതുപോലെ തന്നെ ഭക്ഷണ നിയന്ത്രണം ആവശ്യവുമാണ്. ഇതൊക്കെ ശരി തന്നെ. എന്നിരുന്നാലും ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഏതോ ഒരു പ്രായത്തിലെ മനസ്സിൻ്റെ പിരിമുറുക്കം, സ്ട്രെസ്, അത് കാരണമാണ് ചിലർ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക. ചിലർ പറയാറുണ്ട്, ഇങ്ങനെ അധികം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും തടി കുറയുന്നില്ല, വണ്ണം കൂടുന്നു. ചില രോഗാവസ്ഥകളുണ്ട്, ഇപ്പോൾ തൈറോയ്ഡ് ഇംബാലൻസ് പോലുള്ള, അല്ലെങ്കിൽ ചില അത്തരം കാര്യങ്ങൾ കൊണ്ടും അമിതവണ്ണം ഉണ്ടാകുന്നതുണ്ട്. പക്ഷേ നമുക്ക് അമിതവണ്ണം കുറയ്ക്കണമെങ്കിൽ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ മാനസിക തലത്തിൽ ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് എക്സസൈസ് മോട്ടിവേഷൻ, അതുപോലെ തന്നെ ഭക്ഷണ രൂപീകരണം, അതോടൊപ്പം തന്നെ ഓരോ വ്യക്തികളുടെ ഉള്ളിലുള്ള ചില പ്രായത്തിൽ ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ള ചില പിരിമുറുക്കങ്ങൾ കൂടി ഒഴിവാക്കണം. എങ്കിൽ മാത്രമേ അമിതവണ്ണം ശാസ്ത്രീയമായിട്ട് ആരോഗ്യകരമായിട്ട് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഔഷധ പ്രയോഗം, അല്ലെങ്കിൽ ചില പരസ്യങ്ങളിൽ കാണുന്നുണ്ടല്ലോ, പെട്ടെന്ന് വണ്ണം കുറയ്ക്കാം, അതൊക്കെ നല്ലതായിട്ട് കാണുന്നില്ല, അപകടങ്ങളുണ്ട്, സൂക്ഷിക്കുക. നല്ലൊരു ഡോക്ടർ നിർദ്ദേശമില്ലാതെ അത്തരം ഔഷധ പ്രയോഗങ്ങളും അത്തരം കമ്പനികളുടെ പരസ്യങ്ങൾ വീഴാൻ പാടില്ല, ശ്രദ്ധിക്കുക. ഏതായാലും നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ എക്സസൈസ് മോട്ടിവേഷൻ, അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണം, എന്നാൽ പട്ടിണി കിടന്നുള്ള വണ്ണം കുറയ്ക്കലല്ല, ആരോഗ്യകരമായിട്ടുള്ള സർട്ടൻ നമുക്ക് റിലാക്സേഷൻ ടെക്നിക്സ്, സ്ട്രെസ് മാനേജ്മെൻറ്റ് തുടങ്ങി അങ്ങനെ ഉല്ലാസകരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ വെയ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ ഉണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള വണ്ണം കുറയ്ക്കൽ പദ്ധതി വിജയിക്കുകയുള്ളൂ. അതിനാൽ വരിക, നമുക്ക് വേണ്ടുന്ന പോലെ ചെയ്യാം വെയ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിലേക്ക്. നന്ദി.